ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRB NTPC എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ്. സിലബസ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് എക്സാമിനേഷൻ ഇനി അധിക ദിവസങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണമെന്നില്ല. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷനാണ് ഇനി 3 മാസം സമയമുള്ളത്. RRB NTPCയെ സംബന്ധിച്ചിടത്തോളം ഇനി 1 മാസം 30 ദിവസമൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ നമുക്ക് കിട്ടാൻ സാധ്യത. ഇനിയും മാത്രമല്ല, AEയുടെ ടയർ 2 എക്സാമിനേഷനോടൊക്കെ കഴിയുന്ന മുറയ്ക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ വെന്യൂ വരികയും പിന്നീട് ഹാൾ ടിക്കറ്റ് വരികയും എക്സാമിനേഷനിലേക്ക് കടക്കുകയൊക്കെ ചെയ്യാനാണ് സാധ്യത. അപ്പം ഇനിയുള്ള അവസാന ലാപ്പിൽ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. അതിൽ ജനറൽ അവയർനെസ്സിന് വളരെ വലിയൊരു റോളുണ്ട്. കാരണം മാത്സ് ഒപ്പം തന്നെ റീസണിങ്, ഈ 2 മേഖലയിലും അത്യാവശ്യം നല്ല സ്കോറും ഒപ്പം ജനറൽ അവയർനെസ്സിന് നല്ല മാർക്കും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് നേടാനാവുകയുള്ളൂ. അതിൽ തന്നെ റെയിൽവേയുടെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സയൻസിന് കുറച്ച് പ്രാമുഖ്യം കൂടുതലാണ്. കൃത്യമായിട്ടൊരു മാർക്കിന്റെ ഒരു സ്ലാബ് വെച്ച് തന്നെ ഒരു സയൻസിനുള്ള അഡ്വാൻറ്റേജ് കൂടുതൽ പറയുന്നുണ്ട്. സാധാരണ SSCക്കും മറ്റ് ജനറൽ PSC എക്സാമിനേഷനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ആ പഠന രീതിയുടെ ഒരു യൂട്ടിലിറ്റി ഒന്ന് മാറ്റി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്താൽ അത് സാധ്യമാണ്. ഇനിയുള്ള സമയങ്ങളിൽ കണ്ടന്റുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾക്ക് അറിയാം, അത് കൃത്യമായിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഈ ഒരു ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ടൊരു സിലബസ് ഡിസ്കഷനും ഒപ്പം തന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യനുകളുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് സിലബസിലേക്ക് കടക്കാം. സിലബസിൽ എന്തൊക്കെയാണ് വരുന്നത്? ആദ്യമായിട്ട് തന്നെ RRB തന്നെ നൽകിക്കുന്ന സിലബസ് ആണ്. അതുപ്രകാരം കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ പരീക്ഷകളിലും ഒരുപോലെ തന്നെ വരുന്നതാണ്. അതായത് സ്റ്റാഫ് സെലക്ഷൻ്റെ എക്സാം ആണെങ്കിലും റെയിൽവേയുടെ എക്സാമിനേഷൻ ആണെങ്കിലും ഇനി ഈവൻ കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതൊരു കോമൺ ഏരിയയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ എക്സാമിനേഷനും ഒരേപോലെ തന്നെ പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ പഠിക്കുക. അപ്പം അവസാനം വന്നിട്ടുള്ള, അതായത് അവസാനം കഴിഞ്ഞു പോയ ALPയുടെയും അതുപോലെ തന്നെ മറ്റ് എക്സാമുകളുടെയും ഒക്കെ പാറ്റേൺ അനുസരിച്ച് എത്ര മാസത്തെ ഗ്യാപ്പിലാണ് ചോദ്യങ്ങൾ വന്നത് നമ്മളൊന്ന് അനാലിസിസ് ചെയ്തിട്ട് ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഏണസ്റ്റ് അക്കാഡമി ഇപ്പോൾ റെഗുലറായിട്ട് നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു സീരീസ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഏരിയാസ് കുറേ അധികം കവർ ചെയ്യാൻ അത് സഹായിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കറണ്ട് അഫേഴ്സ് വെറുതെ നോക്കി പോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ബ്രീഫായിട്ടെങ്കിലും ഇതൊന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഈ കറണ്ട് അഫേഴ്സ് നമ്മൾ ബ്രീഫായിട്ട് റീഡ് ചെയ്യുമ്പോൾ പഠിക്കാനാണ് എന്നൊരു ധാരണ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ സൃഷ്ടിക്കാതെ ജസ്റ്റ് റീഡിങ് എന്ന രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്താൽ കുറച്ചും കൂടി ഓർത്തിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. നമ്മൾ വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് ബൈഹാർട്ട് പഠിച്ച് വെച്ചിട്ട് പോയാൽ ടെൻഷൻ കൊണ്ട് പലപ്പോഴും മറന്നു പോകാനുള്ള കാര്യമുണ്ട്. എന്നാൽ നമ്മളൊരു 3-4 അല്ലെങ്കിൽ ഒരു 6 മാസത്തെ കറണ്ട് അഫേഴ്സ് റുട്ടീനായിട്ട് നമ്മൾ ഡെയിലി ഒന്ന് റിവൈസ് അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവുകയാണ്, എന്നും ഈ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അത് അനുഭവത്തിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ്. അടുത്തത് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. സാധാരണ അതിൽ കറണ്ട് ഇവൻറ്റ്സിനൊപ്പം തന്നെയാണ് പറയുന്നത്. നമ്മൾ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഗെയിംസും സ്പോർട്സും നമ്മൾ എടുത്ത് പഠിക്കണം. കാരണം ഗെയിംസിൽ നിന്നും സ്പോർട്സിൽ നിന്നും ഒരു ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു മാർഗ്ഗം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ട് അഫേഴ്സിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു കണ്ടന്റായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാതെ ഡെഫിനറ്റ്ലി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഒരു മാർക്ക് വരും എന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതിനെ കൺസിഡർ ചെയ്യാൻ. ഇതിന് പഠിക്കുമ്പോൾ നമ്മൾ കേവലം ഒരു 6 മാസത്തെ വ്യൂവിൽ നിൽക്കരുത്. നമുക്ക് ഏതൊക്കെ ക്രൈറ്റീരിയകൾ ഉപയോഗിക്കാമോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്പോർട്സിൻ്റെ എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ കോമൺലി കൺസിഡർ ചെയ്യാത്ത സ്പോർട്സ് ഐറ്റംസും അതിൻ്റെ പേഴ്സണാലിറ്റീസും വെന്യൂസും ഒക്കെ നമ്മൾ ഇതിൻ്റെ പഠന ഭാഗമായിട്ട് നമ്മൾ പഠിക്കണം. അവിടെ നന്നായിട്ട് എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അഷ്വർ ചെയ്ത് നമുക്കൊരു 1 മുതൽ 2 മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു മേഖലയാണിത്. അടുത്തത് ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ലിറ്ററേച്ചർ, ഈ 2 ഭാഗങ്ങൾ എടുക്കുമ്പോൾ അതിൽ ആർട്ട് ആൻഡ് കൾച്ചർ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ വലിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം
കൾച്ചറൽ ഫാക്റ്റും ഉണ്ട്, ഒപ്പം തന്നെ ആർട്ട് റിലേറ്റഡ് ഫാക്റ്റുകളുണ്ട്. അങ്ങനെ വളരെ വളരെ ഫെസ്റ്റിവൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി വിവിഡായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പം ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്മാർട്ട് വർക്ക് മാത്രമേ സാധ്യമാവത്തുള്ളൂ. ഇനിയുള്ള സമയത്ത് നമുക്കൊരു ബുക്ക് വാങ്ങിയിട്ട് ധാരാളം ബുക്കുകൾ അവൈലബിൾ ആണ്. UPSC പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതും SSC പോയിന്റ് ഓഫ് വ്യൂവിലുള്ളതും ഒക്കെയുള്ള ധാരാളം കൾച്ചറിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ബുക്കുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടുകൾ അവൈലബിൾ ആണ്. ഇനി ഈ നോട്ടുകൾ വെച്ച് പഠിച്ച് സമയം കളയാതെ ഇവിടെ നമ്മളൊരു സ്മാർട്ട് വർക്ക് ചെയ്യണം. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം റെയിൽവേയിൽ അല്ലെങ്കിൽ SSCയിൽ ഒരു ചോദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 4 ഓപ്ഷനുകൾ കൂടി ഉണ്ടാവും. നമ്മൾ ആ ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ആൻസർ ഫൈൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നൽകിയിരിക്കുന്ന ബാക്കി 3 ഓപ്ഷനുകളും എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് എന്താണ്? ഫെസ്റ്റിവൽ ആണോ, അല്ലെങ്കിൽ ആർട്ട് ഫോം ആണോ, ഇത് എവിടെയാണ് നടക്കുന്നത്, ഇത് കൾച്ചറൽ ആർട്ട് ഫോമിൽ തന്നെ ഏത് കാറ്റഗറിയിൽ വരും, ഫോക്ക് ആണോ അതോ ക്ലാസിക്കൽ ആണോ എന്നൊന്നുകൂടി മനസ്സിലാക്കി ജസ്റ്റ് ഒരു മെമ്മറൈസ് ചെയ്ത് ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പോവാമെങ്കിൽ ഒരു വലിയ ഏരിയ നിങ്ങൾക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇതിൽ നിന്നും വളരെ വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇതും നമുക്കൊരു സമയബന്ധിതമായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയയല്ല. പക്ഷേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ 2 മേഖലയിലും, അതായത് ആർട്ട് ആൻഡ് കൾച്ചറിലും ഇന്ത്യൻ ലിറ്ററേച്ചറിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിവിടെ തീർച്ചയായിട്ടും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യനുകളും കൺസിഡർ ചെയ്യണം. കൺസിഡർ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മാതൃക നിങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുക. അതായത് ക്വസ്റ്റ്യനുകളിലെ ഓപ്ഷനുകൾ, അതുപോലെ തന്നെ ആൻസർ വരുന്ന ക്വസ്റ്റ്യനുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് ക്വസ്റ്റ്യനുകൾ കൂടി ഒന്ന് മനസ്സിൽ വെച്ച് മുമ്പോട്ട് പോവുക. അടുത്തത് മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ബൈഹാർട്ടിൽ തന്നെ ഒരു ചാർട്ടിൽ ഒതുങ്ങുന്ന കാര്യങ്ങളായിരിക്കും. പ്രധാനപ്പെട്ട മോണുമെന്റ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ധാരാളം ആപ്പുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ അതേ പാറ്റേൺ പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഇനിയുള്ള ദിവസങ്ങളിൽ റുട്ടീനായിട്ട് ഒന്ന് റീഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. കാരണം നമുക്ക് GKയിൽ കിട്ടുന്ന മാർക്കാണ് നമ്മളെ റാങ്ക് മേക്കിങ്ങിലായിട്ട് മുമ്പോട്ടേക്ക് എത്തിക്കുന്നത്. ഇപ്പം ബ്രിമ്മിൽ നിന്ന് നമ്മൾ ലിസ്റ്റിൽ കയറാതെ പുറത്തു പോകാനൊക്കെ ഇത് ഈ ഒരു മെമ്മറൈസേഷൻ ഇല്ലാത്ത നമ്മളെ വളരെയധികം കാരണമാകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ മോണുമെന്റ്സിൻ്റെയും പ്ലേസുകളുടെയും അതിൻ്റെ ഇമ്പോർട്ടൻസ് അടങ്ങുന്ന ലിസ്റ്റുകൾ, വളരെ ചെറിയ മൈന്യൂട്ട് ലിസ്റ്റുകളുണ്ട്, ജസ്റ്റ് അതൊന്ന് വായിച്ച് വിട്ടേക്കുക. അത് കുറേ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനിയുള്ള ദിവസങ്ങൾ വായിക്കുമ്പോൾ അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് സഹായകമാകും. അടുത്തത് ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ്. അത് അപ് ടു 10th CBSE ആണ് പറയുന്നത്. CBSE നോക്കിയില്ലെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് NCERT ബുക്കെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് തന്നെ, അതായത് നമ്മൾ GKക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ കൊടുക്കുന്ന സമയം, പഠനത്തിൽ മാത്സിനും റീസണിങ്ങിനും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം PYQ ചെയ്യുക. ഇനി അതുപോലെ തന്നെ NCERT ബുക്കുകളുടെയും ഒപ്പം CBSE ബുക്കുകളുടെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള PYQ മോഡലിലും അല്ലാതെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇത് മുഴുവൻ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം NCERT ബുക്കുകൾക്കകത്ത് ഓരോരോ ചാപ്റ്ററുകളിലും ബോക്സ് രൂപത്തിൽ ഓരോരോ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ടാവും. അവയെല്ലാം കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇനി ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള എല്ലാ GKക്കാലും കൂടുതൽ അഡ്വാൻറ്റേജ് ഈ 3 സയൻസ് മേഖലയിൽ നിന്നും അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് ചോദിക്കും എന്നത് റിയാലിറ്റിയാണ്. റെയിൽവേയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ വെയിറ്റേജ് കൊടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിലൊരു കോംപ്രമൈസ് നമുക്ക് ചെയ്യാൻ ഒക്കില്ല. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് മാത്രം നിങ്ങൾ നിൽക്കരുത്. അതിന് വളരെ സ്കോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റു ചോദ്യങ്ങൾ കൂടി, മറ്റു മേഖല കൂടി നിങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അടുത്തത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ ആണ്. ഇതും ഒരു വലിയ ഏരിയയാണ്. അപ്പം UPSC SSC പോലുള്ള എക്സാമുകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇവിടെയും അഡോപ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്മാർട്ട് വർക്കാണ്. ഇവിടുത്തെ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം സ്റ്റാറ്റിക് ഫാക്റ്റുകളുണ്ട് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു ടൈം ലൈൻ ജസ്റ്റ് മനസ്സിൽ സെറ്റ് ചെയ്യുക. ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് ഈവൻസും ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസും ഇമ്പോർട്ടൻറ്റ് കണ്ടന്റുകളും നിങ്ങൾ പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ്. മൊത്തം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാനും ശ്രമിക്കരുത്. UPSCക്കൊക്കെ പഠിക്കുന്ന പോലെ ഒന്നും പഠിച്ചു പോകാനുള്ള സമയം ഇനി നമ്മുടെ മുമ്പിലില്ല. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്ത് ഈ ഒരു ഭാഗം കവർ ചെയ്യുക എന്നുള്ളതാണ്. കൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഫാക്ച്വൽ ബേസ് തന്നെയായിരിക്കും ഇവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ. അടുത്തത്
ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ. ഇതും വളരെ വലിയ വൈഡായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാം പഠിച്ചു പോകാൻ പറ്റത്തില്ല. NCERT ബുക്കൊക്കെ ഇരുന്ന് വായിച്ച് നമുക്ക് പഠിച്ച് എഴുതേണ്ട ഒരു സമയമൊന്നും നമ്മുടെ മുമ്പിൽ കിട്ടില്ല. അതുകൊണ്ട് ഇവിടെയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെ ഡിപ്പെൻഡ് ചെയ്യുക. എല്ലാവരും ചെയ്യുന്ന ഉത്തരം നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഹൈലി നല്ല ഫിൽത്തി ഡിഫിക്കൽട്ട് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് വളരെയധികം ഡിഫിക്കൽട്ട് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അത് ഡിഫിക്കൽട്ട് ആയിരിക്കും, നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എല്ലാവരും ചെയ്യുന്ന ഉത്തരം നമ്മൾ ചെയ്യുകയും ചെയ്യണം എന്നൊരു ലെവലിൽ നമ്മൾ ഈ ഒരു മേഖലയെ നമ്മൾ കൺസിഡർ ചെയ്യുക തന്നെ വേണം. അടുത്തത് എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റി. ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കണ്ടന്റുകൾ, നമുക്ക് ലക്ഷ്മികാന്ത് പോലത്തെ ബുക്കുകളൊന്നും എടുത്ത് വെച്ച് പഠിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെയൊന്നും പഠിച്ച് സമയം കളയാനുള്ള ടൈമും അല്ല നിലവിൽ ഇപ്പോഴുള്ളത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റെഗുലറായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആർട്ടിക്കിൾസ്, ഒപ്പം തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, പ്രിയാമ്പിള്, ഇതിൻ്റെ അമെൻമെൻറ്റുകൾ, ഇങ്ങനെയുള്ള കുറച്ച് ഫാക്റ്റുകൾ, അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻസ്, അതിന് വരുന്ന ആർട്ടിക്കിളുകൾ, ഇതൊക്കെ ഒന്ന് കാണാതെ പഠിക്കുക. ഇവയെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഉദാഹരണത്തിന് C&H, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, ഇവയുടെയൊക്കെ ഒരു ആസ്പെക്ട് ശരിക്കും മനസ്സിലാക്കുക. ഇനിയും വേൾഡുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ, പോളിറ്റി റിലേറ്റഡ് ആയിട്ട് തന്നെ വരുന്ന കുറച്ച് വേൾഡ് കൺസെപ്റ്റുകൾ, തിയറി, സെപ്പറേഷൻ ഓഫ് തിയറി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് കൺസെപ്റ്റുകൾ, ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ഏരിയാസ് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ ഇനിയുള്ള സമയത്ത് NCERT ഒന്നും എടുത്ത് വായിക്കാതിരിക്കുക. അടുത്ത വർഷം എഴുതുന്ന പ്ലാൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് NCERT ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് ഒരു റിഫ്രഷ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് പോവാം. ഇനി വരുന്ന എക്സാമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മെനക്കെടേണ്ടതില്ല. അടുത്തത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ രണ്ട് മേഖലയെ നമ്മൾ ഒറ്റ ഇതായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പം അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്ത് പോയാൽ മതി. ഈ ഒരു ഈസിയസ്റ്റ് വേയിൽ നമുക്കിതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കവർ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ നോട്ടിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പോകും. കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ്. മാക്സിമം റീസണിങ്ങിനും നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ സമയമായിരിക്കും അത് അപഹരിക്കുന്നത്. ഒത്തിരി സമയം വായിച്ചാൽ നമുക്ക് വളരെ കുറച്ച് മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം ഇതിൽ നിന്നെല്ലാം കൂടി നമുക്ക് ഒരു മാർക്കായിരിക്കും വരാൻ സാധ്യത. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക. അടുത്തത് UN ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻ. അത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനും അതിൻ്റെ സെറ്റപ്പുകളെ പറ്റിയൊക്കെ റാങ്ക് ഫയലുകളിലും മറ്റും ഉണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഉള്ള ചോദ്യങ്ങളും നിങ്ങൾ നോക്കിയാൽ മതിയാവും. പലപ്പോഴും ഈ രണ്ടെണ്ണത്തിനും കൂടി ചിലപ്പോൾ ഒരു മാർക്കിനുള്ള ചോദ്യങ്ങളെ നമുക്ക് വരാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോളിറ്റി, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, UN ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻ, ഇത് മൂന്നും കൂടി ചിലപ്പോൾ നമുക്ക് മാക്സിമം 3 മാർക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ 1 മാർക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബബിലിറ്റിയാണ്. എന്നാൽ സയൻസ് പോലുള്ളൊരു വെയിറ്റേജ് നമുക്കിവിടെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ സയൻസിൽ ഫിസിക്സിൽ 10 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്നൊരു 10 മാർക്ക്, ബയോളജിയിൽ നിന്നൊരു 10 മാർക്ക് എന്ന് പറയുന്ന പോലെ നമുക്കൊരു വെയിറ്റേജ് പറയാൻ പറ്റില്ല. ഈവൻ കറണ്ട് ഇവൻസിലും ഗെയിംസ് ആൻഡ് സ്പോർട്സിലും പറയുന്ന പോലെ ഉള്ളൊരു വെയിറ്റേജ് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കറണ്ട് ഇവൻറ്റ്സ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിലും ഒപ്പം തന്നെ ഗെയിംസ് ആൻഡ് സ്പോർട്സിലും നമുക്ക് 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെ കിട്ടും എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ ഏരിയയാണ്. ശരിക്കും നമ്മൾ കൺസിഡർ ചെയ്തൊരു ചെറിയ ഏരിയ നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കി പഠിച്ചാൽ ചെറിയൊരു ഏരിയയാണ്. എന്നാൽ ഈ പറയുന്ന പോളിറ്റി, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, UN ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോയാൽ വളരെയധികം സമയം എടുക്കും. എന്നാൽ നിങ്ങൾ വളരെ സ്മാർട്ട് വർക്കോടുകൂടി എല്ലാ കാര്യങ്ങളും, UNനും UNന്റെ ഏജൻസികളും അതിൻ്റെ ലൊക്കേഷനും എവിടേക്കാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് ബൈ പോയിന്റ് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഒരു ബുക്കൊന്നും ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്. ജസ്റ്റ് സ്മാർട്ട് വർക്ക് ചെയ്ത് മാത്രം ഈ ഭാഗത്തു നിന്ന് പഠിക്കുക. എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മളും പഠിക്കാൻ ശ്രമിക്കുക. ആഡ് ഓൺ ആയിട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ കൈ പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ നന്നായിട്ട് നോക്കേണ്ടി വരും. ഇതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒപ്പം തന്നെ IT ബേസ്ഡ് ബുക്കുകളും, അതായത് സ്കൂൾ ലെവലിലുള്ള ബുക്കുകളും മാത്രം ജസ്റ്റ് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു മേഖല കവർ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അടുത്തത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അതിൽ തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതും വേൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 രീതി നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ബയോളജി പഠിക്കുന്ന സമയത്ത് ബയോളജിയിൽ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ വരും. ഒപ്പം തന്നെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UN ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഈ പഠിക്കുന്നതിനൊപ്പം തന്നെ
അതിനകത്ത് തന്നെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് നമുക്ക് ഒരു ഏരിയയിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പൊല്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി എടുത്തിട്ടുള്ള കുറേ ആക്ടുകളുണ്ട്, അങ്ങനെയുള്ള കുറേ പോളിസീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഔട്ടർ ലൈൻ മതി, ഇൻഡെപ്ത് വേണ്ട. എവിടെ വെച്ചാണ് ലൊക്കേഷൻ, ഏത് വർഷമാണ്, അത് എന്തിനെ പറ്റി ഉള്ളതാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്, എവിടെയാണ്, എന്തിനു വന്നു, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം ഏതൊക്കെ ഓർഗനൈസേഷൻ ഉണ്ട്, ഗ്രീൻ പീസ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ഓർഗനൈസേഷൻ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം, ഇനി അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടോ എന്താണ്, ഓരോന്നിനും ഓരോ മോട്ടോസ് അവർ വെക്കുന്നുണ്ട്, ആ മോട്ടോ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർത്ത് വെച്ച് പോവുക. ഇനിയും അബ്രിവേഷൻസ്, അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള പലതിൻ്റെയും അബ്രിവേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് INS, ഇന്ത്യൻ നേവൽ ഷിപ്പ്, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ടേൾസ്, അങ്ങനെയൊക്കെയുള്ള പല IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IRTS, ഇന്ത്യൻ അങ്ങനെയൊക്കെയുള്ള കുറേ അധികം ടേംസ് ഉണ്ടല്ലോ. അതൊന്നും നമ്മൾ ജസ്റ്റ് എല്ലാം നമുക്ക് വരാൻ സാധ്യതയുള്ളതൊന്ന് പ്രോബബിലിറ്റി വെച്ച് നമ്മളൊന്ന് നോക്കി വെക്കുക. ഇനിയും ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഇൻ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേസ്, പ്രത്യേകിച്ചും വാട്ടർ വേസ്, റെയിൽവേസ്, ഇങ്ങനെയുള്ള സോണുകൾ. റെയിൽവേയുടെ എക്സാം ആയതുകൊണ്ട് തന്നെ മുഴുവൻ സോണുകളും ആ സോണുകളുടെ ക്യാപിറ്റലും, അതായത് ഓരോ സോണുകളുടെയും ക്യാപിറ്റലുകളും ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മേജർ നാഷണൽ ഹൈവേസ് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ഒരു സംവിധാനം, പിന്നെ എക്സ്പ്രസ് വേസ്, മേജറായിട്ട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്, ഇപ്പം അത് കറണ്ട് ഇവൻറ്റിലും വരുന്നതാണ്, മേജറായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പ്രസ് വേസ്. ഓരോ എക്സ്പ്രസ് വേസും എവിടെയൊക്കെ ഏതൊക്കെ ഇതിനെയാണ് കണക്ട് ചെയ്യുന്നത്. പിന്നീട് ഇപ്പോഴത്തെ നടക്കുന്ന, അതായത് 3-4 കാറ്റഗറി ഓഫ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. എളുപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരത് മാല പരിയോജന, അപ്പോൾ ഭാരത് മാല പരിയോജനയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡെവലപ്മെൻറ്റ്, പർവത് മാല പരിയോജനയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണ്ടന്റുകൾ, ഒപ്പം തന്നെ സാഗർമാല പരിയോജനയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണ്ടന്റുകൾ, പിന്നെ ഉഡാൻ എന്നൊക്കെ പറയുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ, അതായത് ട്രാൻസ്പോർട്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഈ വക കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യാൻ നിൽക്കണം. അതിൽ ഈ കറണ്ട് അഫേഴ്സ് വായിക്കുമ്പോൾ കുറേയധികം ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇൻ ഡെപ്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ നാഷണൽ ഹൈവേസിൻ്റെ ലിസ്റ്റ്, റെയിൽവേയുടെ സോണുകൾ, ഇവയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ മേജറായിട്ട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന എയർപോർട്ടുകൾ, പിന്നെ പഴയ എയർപോർട്ടുകൾ, ഇപ്പോൾ അതിലേക്ക് ഇൻ്റർനാഷണലായിട്ട് മാറിയിട്ടുള്ള എയർപോർട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫാക്ടുകൾ കൂടി നോക്കുക. ഇവയുടെ ലൊക്കേഷൻ കൂടിയൊക്കെ നോക്കിയാൽ നമ്മുടെ ആ ഒരു ഏരിയ കവർ ചെയ്ത് പോകാൻ പറ്റും. അടുത്തത് ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ത്യൻ എക്കണോമി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ കോമൺ ആയിട്ടുള്ള ഔട്ട്ലുക്ക് നോക്കിയാൽ മതി. പ്രത്യേകിച്ചും എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അവയുടെ ഫംഗ്ഷനുകൾ, അവയുടെ ക്യാപിറ്റലുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. പിന്നെ നാഷണൽ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ളതും ബഡ്ജറ്റ്, അതായത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഷോർട്ട് നോട്ട് ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ്, അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടും. പിന്നെ മേജറായിട്ടുള്ള എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ മോട്ടോസ്, പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും ചില മോട്ടോസ് ഉണ്ട്, ആ മോട്ടോസൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ നോക്കുക. ഇനിയും പേഴ്സണാലിറ്റീസ്, ഇതും കറണ്ട് അഫേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ വരുന്നതാണ്, നമ്മൾ ആ നോക്കുന്ന സമയത്ത് തന്നെ പോകുന്നതാണ്. ഇപ്പം ഫേമസ് പേഴ്സണാലിറ്റീസ്, അവരുടെ ബുക്കുകൾ, അവരുടെ മേജറായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു സാധ്യത നമുക്ക് മനസ്സിലാവും, അത് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അടുത്തത് പ്രോഗ്രാംസ്, ഗവൺമെൻറ് പ്രോഗ്രാംസ്. ഇപ്പം ഞാൻ നിങ്ങളോട് ട്രാൻസ്പോർട്ടേഷനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ 3 പ്രോഗ്രാം പറഞ്ഞു. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡൈമെൻഷനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇതിൽ പ്രോഗ്രാംസ് അറിയാൻ വേണ്ടി ഗവൺമെൻറ് സൈറ്റിൽ കയറിയാൽ നമുക്ക് ഈ പ്രോഗ്രാംസിൻ്റെ എല്ലാ അബ്രിവേഷൻസ് കിട്ടും. ആ അബ്രിവേഷൻസ് എടുത്തിട്ട് ആ പ്രോഗ്രാംസിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഒരു നമ്മൾ കറണ്ട് അഫേഴ്സിന് പറഞ്ഞ അതേ മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിട്ടാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ഫ്ലോറ ആൻഡ് ഫോണാസ് ഓഫ് ഇന്ത്യ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഈ എൻവയോൺമെൻറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലോറ ആൻഡ് ഫോണ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിൽ ഈ കറണ്ട് അഫേഴ്സിനോടൊപ്പവും ഒപ്പം തന്നെ എൻവയോൺമെൻറ്റിനൊപ്പവും ചേർത്ത് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ കറണ്ട് റിലേറ്റഡ് ആയിട്ട് ഹൈക്കോടതികൾ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ബെഞ്ചുകൾ, ഇങ്ങനെയൊക്കെയുള്ള ചില ഓർഗനൈസേഷനുകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ വരാറുണ്ട്. ചില പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരാറുണ്ട്. ഇൻവേസീവ് സ്പീഷീസുകളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരാറുണ്ട്. അപ്പോൾ അത് നിലവിൽ ഏതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫ്ലോറയ്ക്കും ഫോണയ്ക്കുമാണ് ബുദ്ധിമുട്ടുകളെന്നുള്ള രീതിയിൽ വരാറുണ്ട്. പിന്നെ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതികൾ ഏതെങ്കിലും തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ മേഖലകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആനിമൽസും അല്ലെങ്കിൽ അവിടെ വരുന്ന ഫ്ലോറയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ
ഒരു ഡിസ്കഷനായിട്ട് വരിക, അത് ക്വസ്റ്റ്യനായിട്ട് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഇനിയും അതല്ലാതെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ കണ്ടന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. അതായത് നാഷണൽ പാർക്കുകളിലും കൺസർവ് ചെയ്തിരിക്കുന്ന ആനിമൽ, നാഷണൽ പാർക്ക് വരുന്ന സ്റ്റേറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വലിയ ഘടകമായിട്ട് വരാറുണ്ട്. പിന്നെ ചില ആനിമൽസ്, അതായത് വൺ ഹോൺഡ് റഹിനോസ്, സ്റ്റാർ ഉള്ള ടൊട്ടൈൽസ്, ഇങ്ങനെയൊക്കെയുള്ള പല ആനിമൽസിനെ റിലേറ്റഡ് ചെയ്തും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കുന്ന സമയങ്ങളിൽ കൊളാബറേറ്റ് ചെയ്ത് പഠിക്കാം. അതായത് ഒന്ന് എൻവയോൺമെൻറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് രണ്ടാമത് കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റും. മറ്റൊന്ന് നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ അതിനകത്ത് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴും ഈ ഒരു ഏരിയ അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് എക്സ്ട്രാ ഒരു ആഡഡ് എഫേർട്ട് ഇടുന്നു എന്നുള്ളൊരു ധാരണ വേണ്ട. നമ്മൾ പഠിക്കുമ്പോൾ ആ ഗ്രാജുവലി പഠിക്കാൻ പറ്റും. നാലാമതായിട്ട് നമുക്ക് ഈ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിനകത്ത് ഇത് കിട്ടും. അതായത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് പറ്റും, ഇത് കിട്ടും പല ഭാഗത്തുനിന്ന്. ജസ്റ്റ് ഇതിനൊന്ന് കോർഡിനേറ്റ് ചെയ്ത് മനസ്സിൽ ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഒരു സമയം കണ്ടെത്തണ്ട. ജസ്റ്റ് മൊത്തം പഠനത്തിൻ്റെ ഏതാണ്ട് ഒരു 2-3% മാത്രമേ ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ കൊടുത്താൽ മതി. ഷോർട്ട് ആണെങ്കിൽ നമുക്കത് കിട്ടും. ഇനിയും അടുത്തത് ഇമ്പോർട്ടൻറ്റ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ വീണ്ടും പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പോളിറ്റിയൊക്കെ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കുറേയധികം ഈ ഓർഗനൈസേഷൻസ് കവറായി പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് നമുക്ക് കോമൺലി അറിയാവുന്ന പല പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനും ഇതിനകത്ത് വരും. അതായത് എല്ലാ സിസ്റ്റവും വരും. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ഈ സിസ്റ്റം റൺ ചെയ്യിക്കുന്ന അല്ലാത്ത ചില ഓർഗനൈസേഷൻസ് കൂടി വേണമെങ്കിൽ നമുക്ക് ഓർത്തു പോകും. അതായത് LIC പോലുള്ള സംവിധാനങ്ങൾ, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ NDPC പോലത്തെ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടി ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. എത്രമാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് സ്റ്റാറ്റിക് GK എന്ന പോയിന്റിലൂടെ നമുക്ക് കവർ ചെയ്ത് പോകാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി സ്റ്റാറ്റിക് GKക്ക് വെളിയിലേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ പോളിറ്റിക്ക് അതുകൂടെ ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഏതൊരു എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികളും നോക്കി പോകുന്ന ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സിലബസിൽ ഈ പോയിന്റ് ഓഫ് വ്യൂ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് നമ്മൾ പഠിച്ചില്ലെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി പല ഭാഗങ്ങളും ഇതിനകത്ത് വരും. പിന്നീട് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ സിലബസിനെ യൂട്ടിലൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനുകളെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ വേണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ പഠിച്ചിട്ട് ഈ ഒരു ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് പിന്നീടൊരു ഫൈനൽ എക്സാമിനേഷൻ ഒരു 1-2 ആഴ്ച മുമ്പ് ഈ ഒരു ഓരോ ഏരിയയിലെ ക്വസ്റ്റ്യനുകളെ ഒന്ന് ജസ്റ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അടുത്തത് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ദ സ്പേസ് ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാംസ്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി, ഇത് നമ്മൾ എവിടെ പഠിക്കും? കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് നോക്കി പോയാൽ മതിയാവും. അതായത് ആ ഒരു രീതിയിലുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ടെക്നോളജിക്കൽ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ട്. ഒരു കുറച്ച് കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്തിരിക്കുന്ന അഡ്വാൻസ്മെന്റ്, അതിൻ്റെ ഒരു ഹിസ്റ്ററി സൈക്കിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ISRO നേടിയ നേട്ടങ്ങൾ, അതിൽ ചന്ദ്രയാൻ 1 ഓർത്തിരിക്കണം, ചന്ദ്രയാൻ 2, അങ്ങനെ മംഗൾയാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഒപ്പം കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന സയൻസ് കൂടി നമ്മൾ പഠിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. നമ്മൾ ഈ GK യോടുള്ള ഒരു അപ്രോച്ച് അങ്ങ് മാറ്റുക. ഒരു വലിയ സംഭവം, വലിയ ഏരിയ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കടക്കാൻ പറ്റൂ എന്നൊരു ചിന്ത മാറ്റിയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നല്ല സ്കോർ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് GK എന്നൊരു ബോധത്തോടു കൂടിയാണ്. നമ്മുടെ ആ ഫിയർ കളഞ്ഞിട്ട് ഇതിലേക്ക് കടന്നാൽ പാതി നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് GKയുടെ ഒരു സക്സസ് റേറ്റ്. അത് ഈ പരീക്ഷയിൽ മാത്രമല്ല, ഏത് GK ബേസ്ഡ് എക്സാമിനേഷനിലും ഈ ഒരു അപ്രോച്ച് എപ്പോഴും നല്ലതാണ്. ഒത്തിരി പഠിക്കാനുണ്ട്, ഇനി ഒത്തിരി പഠിക്കാനുണ്ട് എന്നുള്ളൊരു ടെൻഷനാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതെങ്കിൽ എന്ത് പറ്റും? പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഉത്തരങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ ഒരു ടെൻഷൻ നമ്മളെ മതിയായ കാരണമാവുകയും ലാസ്റ്റ് നമ്മൾ ഉത്തരങ്ങൾ നെഗറ്റീവ് വരുത്താനുള്ള സാഹചര്യം ഉണ്ടാവും. പിന്നീട് GK പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇത്രയും GK സിലബസ് ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾക്ക് അഷ്വറൻസ് ഇല്ലാത്ത ഒരു GK ആൻസർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് നെഗറ്റീവിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. അതായത് 100% GK ആൻസർ ചെയ്തിട്ട് നമുക്ക് ഒരു പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും NDPC പോലുള്ള എക്സാമിനേഷൻ്റെ GK ലെവലിൽ പലപ്പോഴും 100-100, അതായത് അതിൽ ചോദിക്കുന്ന മുഴുവൻ സയൻസ് ഉൾപ്പെടെയുള്ള GK മുഴുവൻ ചെയ്തിട്ട് നമുക്ക് സ്കോർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഏറ്റവും സേഫ് സൈഡിൽ നമുക്ക് ഒരു നല്ല ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ വളരെ എളുപ്പം, അതായത് GK സൈഡിൽ നിന്നുള്ള എക്സാമിനേഷൻ്റെ സ്കോർ നമുക്ക് മതിയായ രീതിയിൽ ഉയർത്തി ജോലി അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് വളരെയധികം എളുപ്പം സാധിക്കുമെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ
കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു വളരെ വലിയൊരു ഏരിയയാണ് ഇന്ത്യ എന്നുള്ളത്. ഇപ്പം ഇന്ത്യൻ കൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, അതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മധുബാഹിനി ആർട്ട് വാസ് ഒറിജിനേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്നുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് മിഥില പെയിന്റിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരുതരം പെയിന്റിംഗ് ആണ്. അതായത് മിഥില പെയിന്റിംഗ്, മിഥില ആർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബീഹാറാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത്? ശരിക്കും മിഥില റീജിയനിലാണ് ഇത് ഉണ്ടാവുന്നത്. അതായത് മിഥില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നമ്മുടെ സീതയുടെ സ്ഥലമാണ് മിഥില. അപ്പം മിഥിലയുമായിട്ട് ബന്ധപ്പെട്ട് രാമായണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് പാറ്റേൺ ആണ്. അപ്പം ഇത് ബീഹാറിൻ്റെയും നേപ്പാളിൻ്റെയൊക്കെ ബോർഡറിലായിട്ട് രൂപപ്പെട്ടു വന്നൊരു പെയിൻറ്റിങ് സിസ്റ്റമാണ്. ഇതിൻ്റെ പേര് വന്നത് മധുബാഹിനി അല്ലെങ്കിൽ മധുബാഹിനി അല്ലെങ്കിൽ മധുബാണി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. അവിടെ അത് ബീഹാറിൽ വരുന്നൊരു ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു പേര് വരുന്നത്. ഇത് ജോധ്പൂർ, റാത്തി ആൻഡ് റസിദ്പൂർ, ഇത് മൂന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഈ ഒരു ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇതിൽ തന്നെ മധുബാഹിനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നും എടുക്കാവേ. അതായത് ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്ന ജത്വാപൂർ, റാത്തി ആൻഡ് റസീദ്പൂർ, ഇത് മൂന്നും നമ്മുടെ മധുബാഹിനി പെയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സിറ്റീസാണ്. ഇതൊക്കെ ആഡ് ഓൺ ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നതാണ്. ഇത്രയൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം നോക്കുക. ഇപ്പം ഇവിടെ നമ്മൾ എങ്ങനെ പഠിക്കണം, നമ്മളിവിടെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പം ഇവിടുത്തെ ആൻസർ ബീഹാർ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനിയുള്ളത് നാഗാലാൻഡിനായിട്ട് എന്തെങ്കിലും പെയിൻറ്റിംഗ് ഉണ്ടോ, രാജസ്ഥാനായിട്ട് എന്തെങ്കിലും പെയിൻറ്റിംഗ് ഉണ്ടോ, അസ്സാമിനായിട്ട് എന്തെങ്കിലും പെയിൻറ്റിംഗ് ഉണ്ടോ എന്നൊന്ന് നോക്കാൻ ശ്രമിക്കുക. ഒന്നിൽ കൂടുതലോ പെയിൻറ്റിങ്ങുകൾ ഉണ്ടോ എന്ന് നോക്കുക. ആ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നോക്കുക. അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നോക്കുക. ഇതിൻ്റെ രീതി നോക്കുക. ഒക്കെങ്കിൽ ആ പെയിൻറ്റിംഗ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ കണ്ടത്. അടുത്തത് ഒരു ഫെസ്റ്റിവലാണ് അല്ലെങ്കിൽ ഒരു മേളയാണ്. ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് മാധവ്പൂർ മേള സെലിബ്രേറ്റഡ്? മാധവ്പൂർ മേള എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മാധവ്പൂർ, അതിലൊരു കോഡ് കിടപ്പുണ്ട്, അതിലൊരു രഹസ്യം കിടപ്പുണ്ട്. മാധവ്പൂർ മേള എവിടെയാണ്? ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ എ ആണ്. ഗുജറാത്തിലാണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും മാധവ്പൂർ എന്ന അതിലൊരു കോഡ് കിടപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണയെ ഓർത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ്, അതായത് കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ മെമ്മറൈസ് ചെയ്തുകൊണ്ട് ഗുജറാത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണ് ഈ മാധവ്പൂർ മേള. അപ്പം ഈ ഒരു മാധവ്പൂർ മേളയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ വേറെ എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കണ്ടന്റുകളിലുള്ള ബാക്കി കാര്യങ്ങൾ നോക്കണം. രാജസ്ഥാനിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടോ? ഉണ്ട്. രാജസ്ഥാനിൽ ഫെസ്റ്റിവലുണ്ട്, മധ്യപ്രദേശിൽ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലുണ്ട്, ഹരിയാനയിലുണ്ട്. അപ്പം ഓരോ സ്റ്റേറ്റിലും ഓരോരോ ഫെസ്റ്റിവൽസ് ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു വേ കിട്ടി. അതായത് നമുക്ക് എങ്ങനെ ഈ ഒരു ഏരിയ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു വേരിയ കിട്ടി. അതായത് നമ്മൾ പെയിൻറ്റിങ് അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് മനസ്സിലായി ഓരോ സ്റ്റേറ്റുകളിലും എന്തെങ്കിലും പെയിൻറ്റിങ് ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇനിയും ഈ ഫെസ്റ്റിവൽ കണ്ട സ്ഥിതിക്ക് നമുക്കിനി എന്തൊക്കെ നോക്കാം? കേരളം, നമ്മൾ ഉദാഹരണത്തിന് കേരളത്തിന് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫെസ്റ്റിവൽസ് ഉണ്ട്. ഓണം കേരളത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്, ഒരു ഫെസ്റ്റിവലാണ്. വിഷു കേരളത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിലോ മകരസംക്രാന്തിയോട് ചേർന്ന് വരുന്ന പൊങ്കൽ അവരുടെ ഒരു ഫെസ്റ്റിവലാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഫെസ്റ്റിവൽ പല സ്റ്റേറ്റുകളിലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അവൈലബിൾ ആണ്. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റാണ്. ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനിയും രാമനവമി, ഇത് രാമനവമിക്കാണ് ഇത് തുടങ്ങുന്നത്. ഇതൊക്കെ ആഡ് ഓൺ ഫാക്റ്റാണ്. ഈ ഫാക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇത് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഇതിൻ്റെ നോട്ട് നമ്മൾ ബിഗ് ലേണിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിലുണ്ടാവും. നിങ്ങൾക്ക് ഇതെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാറുണ്ട്. കൂടുതൽ എക്സ്പ്ലനേഷൻ നിൽക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഡെപ്തിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്.
ശരിക്കും ഇത് 5 ദിവസത്തേക്ക് വേണ്ടി നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇത്രയും ഫാക്റ്റുകളാണ് നമ്മൾ ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ആഡ് ഓൺ ഫാക്റ്റുകൾ നമ്മൾ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ യൂട്യൂബുകളിൽ ഉണ്ടാകുക റെഗുലറായിട്ട്. ഇതൊരു സിലബസ് ഡിസ്കഷൻ മാത്രമായതുകൊണ്ട് ജസ്റ്റ് ഫാക്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അടുത്തതായിട്ട് അൽപ്പാന ഈസ് ദ ട്രഡീഷണൽ ഫോക്ക് ആർട്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതാണ് അൽപ്പാന? എവിടത്തെയാണ് അൽപ്പാന? ഒരു ഫോക്ക് ആർട്ടാണ്. അതായത് നാടോടി ആർട്ടാണ്. ഈ നാടോടി നൃത്തം എവിടെയാണ്? ഇത് വെസ്റ്റ് ബംഗാളിലെയാണ്. അതായത് ശരിക്കും ഈ അരിമാവ് കൊണ്ടൊക്കെ വരയ്ക്കുന്ന ഒരു തരം കോലം പോലെ, നമ്മുടെയൊക്കെ നാട്ടിൽ കോലം വരയ്ക്കുന്ന പോലെ അരിമാവ് കൊണ്ടൊക്കെ അവിടെ നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ ഒരു അൽപ്പാന എന്ന് പറയുന്നത്. ഇത് ബംഗാളിലാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് നേരത്തെ റെയിൽവേയുടെ തന്നെ എക്സാമുകളിൽ ചോദിച്ചതാണ്. അപ്പം ഇത്തരത്തിലുള്ള പെയിൻറ്റിങ് എന്തെങ്കിലും മഹാരാഷ്ട്രയിലുണ്ടോ, കർണാടകയിലുണ്ടോ, രാജസ്ഥാനിലുണ്ടോ? ഉണ്ട്. അവിടെ എല്ലാം എന്തുണ്ട്? പെയിൻറ്റിങ് ഫോക്ക് ആർട്ടിൻ്റെ കോണ്ടസ്റ്റിലേക്ക് എത്തുമ്പോൾ എന്തുണ്ട്? ഇത്തരത്തിലുള്ള ഉണ്ട്. ഇപ്പോൾ വർലി പെയിൻറ്റിങ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ പല പല സ്റ്റേറ്റുകളിൽ എന്തുണ്ട്? ഇത്തരത്തിലുള്ള പല പല ഘടകങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഈ താഴെ നൽകിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും നോട്ടും നമ്മൾ എവിടെ ഇടും? നമ്മുടെ കണ്ടന്റിലുണ്ടാവും. നമ്മുടെ ബിഗ് ലേണിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഉണ്ടാവും. നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അടുത്തത് ഒരു ഹിസ്റ്റോറിക് ആൻഡ് കൾച്ചറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണ്. ഗുരുമുഖി സ്ക്രിപ്റ്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിഖ് ഗുരു? ഇതൊരു മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒപ്പം തന്നെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് നമ്മൾ ഒരു മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗത്തും എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഗുരു അംഗദാണ്. ഇനിയും ഇതിനകത്ത് തന്നെ ബാക്കി 3 ഗുരുക്കന്മാരെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ എന്താണ്? സിഖ് ഗുരുക്കന്മാർ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഏരിയ കിട്ടി, പഠിക്കേണ്ട ഒരു ഏരിയ കിട്ടി. എന്താണ്? സിഖ് ഗുരുക്കന്മാർ. അപ്പോൾ നമ്മൾ സിഖ് ഗുരുക്കന്മാരെ പറ്റി ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. സിഖ് ഗുരുക്കന്മാർ ആരൊക്കെയാണ് നോക്കേണ്ടി വരും. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് നോക്കേണ്ടി വരും. ഇതിൽ തന്നെ മുഗൾ രാജാവ് കൊന്നുകളഞ്ഞ സിഖ് ഗുരു ആരാണെന്ന് നോക്കേണ്ടി വരും. എന്തിനു വേണ്ടിയാണ് ഈ മുഗൾ രാജാവിനെ മുഗൾ രാജാവ് എന്തിനു വേണ്ടിയാണ് ഈ സിഖ് ഗുരുവിനെ കൊന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ എവിടെ വെച്ചാണ് കൊന്നതെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇങ്ങനെ ഒരു കണക്റ്റിംഗ് ചെയിൻ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം GK. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ ഇത് പഠിച്ചു പോകാൻ പറ്റും. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തതെന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത് ഈ സ്ക്രിപ്റ്റ് നിലവിൽ ഏത് ലാംഗ്വേജിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ട്. അതായത് പഞ്ചാബി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഒരു ഭാഷയിൽ ഈ സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഫാക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാക്ച്വൽ കൺസെപ്റ്റുകളുടെ ഒരു ബ്ലെൻഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം GK പഠനം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ആഴത്തിൽ കുറേ ബുക്കുകൾ ഇരുന്ന് വായിച്ച് സമയം കളയാതെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വേയിൽ ഇതിനെ ലിങ്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് തന്നെ കുറേ അധികം ഏരിയാസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു 2 പേജ് വായിച്ച് ബൈഹാർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരു വലിയ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്ത് പോകാൻ പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഷർഹൂൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ്? ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഫെസ്റ്റിവൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഫോക്ക് എന്നൊന്നും പറഞ്ഞില്ല, ഫെസ്റ്റിവൽ എന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? ജാർഖണ്ഡാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഫെസ്റ്റിവൽ റെഗുലറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനസ്സിലായി. അപ്പം MP-യിലെ ഫെസ്റ്റിവൽ നമ്മൾ നോക്കേണ്ടി വരും, ഛത്തീസ്ഗഡിലെ ഫെസ്റ്റിവൽ നോക്കേണ്ടി വരും, ജാർഖണ്ഡിലെ നോക്കേണ്ടി വരും, ഹിമാചൽ പ്രദേശിൻ്റെ നോക്കേണ്ടി വരും. അങ്ങനെ പല പല ഫെസ്റ്റിവൽസ് നമ്മൾ നോക്കേണ്ടി വരും. അപ്പം ഫെസ്റ്റിവൽസ് റെഗുലറായിട്ട് ചോദിക്കുന്നൊരു ഇതാണ്. എന്താണ്? ഇതൊരു സ്പ്രിംഗ് ഫെസ്റ്റിവലാണ്. അതായത് ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡിലെ ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവലാണ്. ഇതെന്താണ്? ഇത് പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇത് ശരിക്കും എത്ര ദിവസമുണ്ട്? ഇത് 3 ദിവസമുണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെ കേസിലേക്ക് എന്നാൽ നമ്മൾ എത്രയാണ് പറയുന്നത്? ഓണം പ്രധാനമായിട്ടും 10-13 ദിവസം നമ്മുടെ ഫെസ്റ്റിവലായിട്ടുണ്ടല്ലേ. അത്തമുദിക്കുന്ന ദിവസം മുതൽ ഏതാണ്ട് അറ്റ്ലീസ്റ്റ് ചതയം വരെയെങ്കിലും നമുക്ക് ഓണമാണ്. എങ്കിലും നമ്മൾ പ്രധാനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഉത്രാടം മുതലാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം എന്നിങ്ങനെ ഇത്രയും ദിവസങ്ങൾ എന്താണ് പൊതുവെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സെലിബ്രേഷനായിട്ടാണ് പൊതുവെ കൺസിഡർ ചെയ്യുന്നത്. ഇനിയും ഇതിൻ്റെ 3rd ഡേ എന്ന് പറയുന്നത് ചിത്രയാണ്. മന്ത് ഓഫ് ശുക്ലപക്ഷ, അതിന് ചിത്രപൂർണിമ എന്ന് വിളിക്കും. അപ്പോൾ ചിത്രപൂർണിമ എന്താണ് എന്നൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സാധ്യതയാണ്
ചിത്രപൂർണിമ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഫെസ്റ്റിവലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സർഹൂൾ ഫെസ്റ്റിവലുമായിട്ടാണ് ചിത്രപൂർണിമ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫാക്റ്റുകളാണ്. ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇതൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഈ ഒരു ആൻസർ ചെക്ക് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ആൻസർ നോക്കിയപ്പോൾ, ഈ ഒരു കണ്ടന്റ് നോക്കിയപ്പോൾ, ഈ ഒരു വേർഡ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ റിലേറ്റഡ് ഫാക്റ്റുകളാണ്. ഇതിനെ ഇങ്ങനെ നോട്ടാക്കിയപ്പോൾ നമുക്ക് എന്തായിട്ട് മാറി? ഇത്രയും ഫാക്റ്റും ഏരിയാസും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കണ്ടന്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് വേ ആണ്. അപ്പം നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു മേഖല നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതും ഒരു ഹിസ്റ്റോറിക് പോയിന്റിൽ വരുന്ന ഒരു കൾച്ചറൽ ക്വസ്റ്റ്യൻ ആണ്. അർത്ഥശാസ്ത്ര വാസ് റിട്ടൺ ബൈ ആരാണ്? ചാണക്യ. എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ചോദ്യമാണ്. പക്ഷേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇപ്പോൾ അർത്ഥശാസ്ത്ര ആരാണ് എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ കാളിദാസന്റെ കൃതികൾ നമ്മളിവിടെ നോക്കണം, വാത്സ്യായനന്റെ കൃതികൾ നമ്മൾ നോക്കണം, ഹർഷവർദ്ധനൻ ആരായിരുന്നു എന്ന് നോക്കണം, ഹർഷവർദ്ധൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു പോകണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബാക്കിയുള്ള 3 ലിങ്കിൽ നിന്നും കുറച്ചധികം ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. നാളെ ഇതൊക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാളും എത്ര എഫക്റ്റീവായിട്ടാണ് ഏരിയാസ് കവർ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം കാളിദാസന്റെ കൃതികൾ, ആ കൃതികളിൽ എന്തൊക്കെയാണ് പരാമർശിക്കുന്നത്? മനസ്സിലായില്ലേ? ഓരോരോ കൃതികളും ഇതാണ്, നാടകങ്ങളാണ്. ആ നാടകത്തിൽ ആരെ പറ്റിയാണ് പറയുന്നത്, എന്താണ് അതിൻ്റെ കണ്ടന്റ്, ജസ്റ്റ് അത്രയും മാത്രം നോക്കിയാൽ മതി. ആഴത്തിലൊന്നും പഠിക്കണ്ട, കൃതിയൊന്നും നമ്മൾ പഠിക്കാൻ നോക്കണ്ട, ജസ്റ്റ് എന്താണെന്ന് നോക്കുക. അടുത്തത് വാത്സ്യായനന്റെ കൃതികൾ എന്തൊക്കെയാണ്. ഇനി ഹർഷവർദ്ധൻ ആരാണ് എന്ന് നോക്കുക. ഹർഷവർദ്ധൻ ഇവരുടെ 3 പേരിൽ നിന്നും വ്യത്യസ്തനാണ് അല്ലേ? ഹർഷവർദ്ധൻ ഒരു രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു, ജസ്റ്റ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയായിരുന്നു എന്നൊന്ന് നോക്കുക. ഇനി ചാണക്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചാണക്യനെ വെറുതെ വിടരുത്. നമ്മൾ എന്ത് ചെയ്യണം? ചാണക്യനെ പറ്റി കൂടി നോക്കണം. ചാണക്യൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ചാണക്യൻ ഏത് രാജാവിൻ്റെ കോർട്ടിയർ ആയിരുന്നു, അല്ലെങ്കിൽ ഏത് രാജാവിൻ്റെ മന്ത്രിയായിരുന്നു? എന്താണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? ഇപ്പോൾ ഇവിടെ തന്നെ ചാണക്യനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കി ഒന്നിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. ഇപ്പം ഐഡിയാസ് ഓഫ് അർത്ഥശാസ്ത്രം മാത്രമേ നമ്മൾ പറയുന്നുണ്ട്. അപ്പം അർത്ഥശാസ്ത്രം എന്താണ്? ഇതൊരു പൊളിറ്റിക്കൽ ബുക്കാണ്, അതായത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ബുക്കാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? സപ്താംഗ തിയറി ഉണ്ട്, അതുപോലെ തന്നെ നീതീസ് ഉണ്ട്, നീതിശാസ്ത്രങ്ങളുണ്ട്, അങ്ങനെ പല ഫാക്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടേക്കാണ്. അപ്പം ഇത്തരത്തിലുള്ള ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. കാരണം നിങ്ങൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് ഈ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത്. ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ഇനി നമ്മൾ സിലബസ് ഡിസ്കഷൻ അല്ല, നമ്മൾ ഓൺ ടോപ്പിക്കിലേക്കായിരിക്കും കയറുന്നത്. ഓരോ ടോപ്പിക് എടുത്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് വ്യത്യസ്ത അധ്യാപകർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ ഈ ഡീറ്റെയിൽ ക്ലാസ്സുകളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിൽ, അതായത് ക്വസ്റ്റ്യനുകൾ വെച്ചിട്ട് ആ ക്വസ്റ്റ്യനുകളും ഓപ്ഷനുകളും വരാൻ സാധ്യതയുള്ള കണ്ടന്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്മാർട്ട് ക്ലാസ്സുകൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കണ്ടന്റുകൾ കവർ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അത്യാവശ്യം വരാൻ സാധ്യതയുള്ള എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതായത് ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് കൊണ്ട് തന്നെ നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിൽ ഉയർന്ന റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും നിങ്ങൾക്ക് കൂട്ടായിട്ട് നമ്മളുണ്ടാവും. നമുക്ക് ഒരുമിച്ച് ഈ വരുന്ന RRB NTPC എക്സാമിനേഷനും വിജയിച്ച് കയറാം. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ബിഗ് ലേണിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് ഈ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്ലാസ്സിൻ്റെ നോട്ടുകളും ഒപ്പം തന്നെ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. നിലവിൽ അതിന് യാതൊരുവിധ ഫീസും ഇല്ല. ജസ്റ്റ് ഒരു ജോയിനിങ് ഫീ ആയിട്ട് 1 രൂപ കൊടുത്ത്, പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നൊരു ഫീ ആണത്, ആ ആപ്പിന് വരുന്ന ചാർജാണ്. 1 രൂപ മാത്രം കൊടുത്ത് നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും ഇതുവഴി ലഭിക്കുന്നതാണ്. RRB NTPCയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.